നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അകലാട് അഞ്ചാങ്കല്ലിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു, 2 പേർക്ക് പരിക്കേറ്റു. വടക്കേക്കാട് എരിഞ്ഞിപ്പടിയിൽ മോട്ടോർ പമ്പ് സെറ്റ് റിപ്പയർ ചെയ്യുന്നതിനിടെ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. അവകാശ പോരാട്ടത്തിന്റെ സ്മരണയിൽ തൊഴിലാളികളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും നേടിയെടുത്തതിന്റെ ശക്തിയിൽ തൊഴിലാളി ദിനം. വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ റാലിയും പൊതുയോഗവും നടത്തി. ഡ്രൈഡേയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 31 ലിറ്റർ മദ്യം പിടികൂടി. മദ്യവിൽപ്പനശാലകൾ പ്രവർത്തിക്കാത്ത അവധി ദിനത്തിൽ 2 നിന്നായാണ് വിദേശ മദ്യവുമായി 2 പേരെ കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന്റെ ഭാഗമായുള്ള നിലപ്പന്തലുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. 80,000-ഓളം വൈദ്യുതി ദീപങ്ങൾ ഉപയോഗിച്ച് പന്തൽ അലങ്കരിക്കും. വിശദമായ വാർത്തയിലേക്ക്. അകലാട് അഞ്ചാങ്കല്ലിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു, 2 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രികൻ അകലാട് MIC റോഡിൽ താമസിക്കുന്ന നന്ദ്യാണത്തിൽ 55 വയസ്സുള്ള മുഹമ്മദ് ഉണ്ണിയാണ് മരിച്ചത്. ബുള്ളറ്റ് യാത്രികരായ അകലാട് സ്വദേശി കാക്കനാട്ട് വീട്ടിൽ അൻവർ, എടക്കര മുണ്ടോത്തിൽ അജ്മൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഒരേ ദിശയിലായിരുന്നു 2 വാഹനങ്ങളും സഞ്ചരിച്ചിരുന്നത്. ബൈക്ക് പെട്ടെന്ന് തിരിച്ചതോടെ അമിത വേഗതയിൽ വന്നിരുന്ന ബുള്ളറ്റ് ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ VCare ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മുഹമ്മദ് ഉണ്ണി മരിച്ചത്. വടക്കേക്കാട് പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഡ്രൈഡേയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 31 ലിറ്റർ മദ്യം പിടികൂടി. മദ്യവിൽപ്പനശാലകൾ പ്രവർത്തിക്കാത്ത അവധി ദിനത്തിൽ 2 നിന്നായാണ് വിദേശ മദ്യവുമായി 2 പേരെ കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. അനധികൃത വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 23 ലിറ്റർ വിദേശ മദ്യവുമായി പോർക്കുളം എഴുത്തുപുരയ്ക്കൽ വീട്ടിൽ 55 വയസ്സുള്ള ശേഖരൻ, 8 ലിറ്റർ വിദേശ മദ്യവുമായി പഴഞ്ഞി വെസ്റ്റ് മങ്ങാട് ഉപ്പുങ്ങൽ വീട്ടിൽ 54 വയസ്സുള്ള പ്രദീപ് എന്നിവരെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. ശേഖരനെ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ K മണികണ്ഠന്റെ നേതൃത്വത്തിലും പ്രദീപിനെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ K സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുമുള്ള സംഘമാണ് പിടികൂടിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ CA സുരേഷ്, D ഫൽഗുനൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ V ഗണേശൻ പിള്ള, K ഷിബിൻ രാജ്, K മനോജ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സോന ഉണ്ണി, എക്സൈസ് ഡ്രൈവർ സതീഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. വടക്കേക്കാട് എരിഞ്ഞിപ്പടിയിൽ മോട്ടോർ പമ്പ് സെറ്റ് റിപ്പയർ ചെയ്യുന്നതിനിടെ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. വടക്കേക്കാട് ഫസൽ തങ്ങളുടെ മകൻ മമ്മനത്തേയിൽ 19 വയസ്സുള്ള ഫക്രുദ്ദീനാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. സ്വന്തം വീട്ടിലെ മോട്ടോർ പമ്പ് സെറ്റ് നന്നാക്കുന്നതിനിടെയാണ് ഷോക്കേറ്റത്. ഫക്രുദ്ദീന്റെ മാതാവിന്റെ ബഹളം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. റംലത്താണ് മാതാവ്. പോലീസ് നടപടികൾക്ക് ശേഷം മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. തൊഴിലാണ് ജീവിതമാർഗം. ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട്. 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിതം മെച്ചപ്പെടുത്താനായി മധുരയിൽ നിന്നും കുടുംബത്തോടൊപ്പം കേരളത്തിലേക്ക് വന്ന ഇരുളായിയെ ഈ തൊഴിൽ ദിനത്തിൽ നമുക്ക് പരിചയപ്പെടാം. മധുര സ്വദേശിയാണ് ഇരുളായി. സ്വന്തം നാടിനേക്കാൾ ഇരുളായിക്ക് ഇന്നും പരിചയം കേച്ചേരിയിലെ ഇടവഴികളാണ്. മറ്റുള്ളവർ ഉപേക്ഷിക്കുന്ന പാഴ്വസ്തുക്കൾ ശേഖരിച്ച് അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിതം കരമുട്ടിക്കാൻ 70-ാം വയസ്സിലും ഇവർ അധ്വാനിക്കുകയാണ്. കേച്ചേരിക്കാർക്കും സമീപ പ്രദേശത്തുകാർക്കും സുപരിചിതയാണ് ഇരുളായി. ആക്രി സാധനങ്ങൾ പെറുക്കാൻ കേച്ചേരിയിലെ വീടുകളിലും ഇടവഴികളിലും ഇരുളായി എല്ലാ ദിവസവും എത്തും. മെച്ചപ്പെട്ട കൂലിയും ജീവിതവും പ്രതീക്ഷിച്ചാണ് ഇരുളായി കുടുംബത്തോടൊപ്പം കേരളത്തിലെത്തിയത്. എത്ര കാലമായി ഇവിടെ വന്നിട്ട്? 37 കൊല്ലം. അപ്പോൾ എവിടെയാണ് നാട്? ഇവിടുത്തെ കേരളത്തിൽ തന്നെയാണോ? ഇവിടെ തമിഴ്നാട്, മധുരയിലേ. അപ്പോൾ എങ്ങനെയാ കുറെ നാളായി വന്നിട്ട്? ഇവിടെ വന്നിട്ട് കുപ്പിവാട്ടമാക്കി ജീവിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മരിച്ചു. ഇതോടെ കുടുംബത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇവർക്കായി. പാറന്നൂരിലെ ഇഷ്ടിക കമ്പനിയിലായിരുന്നു ആദ്യ ജോലി നോക്കിയിരുന്നത്. പിന്നീട് അതുപേക്ഷിച്ച് ആക്രി കച്ചവടത്തിലേക്ക് തിരിയുന്നു. പാഴ്വസ്തുക്കൾ ശേഖരിച്ച് വിറ്റുകിട്ടുന്ന തുക കൊണ്ടാണ് ഇരുളായി കുടുംബം കഴിയുന്നത്. കുടുംബക്കാരും ഭർത്താവ് മരിച്ചു. മകനുണ്ട്. മകനൊക്കെ കുടികാരൻ. ഞാനുണ്ട്. മരുമകൾക്ക് വയ്യ, ആശുപത്രിയിലെ കിടക്ക്. ഞാൻ ഒരാൾ പണിയെടുത്ത് ജീവിക്കണം.
രാവിലെ 7 മണിക്ക് ഉന്തുവണ്ടിയുമായി റോഡിലേക്കിറങ്ങുന്ന ഇർളായി 2 മണിയാകുമ്പോൾ തിരികെ എത്തും. ഒരു ദിവസം 250 അല്ലെങ്കിൽ 300 രൂപയാണ് വരുമാനമായി ലഭിക്കുക എന്ന് ഇർളായി പറയുന്നു. രാവിലെ അപ്പൊ എപ്പോഴാ ഇറങ്ങുക? 7 മണിക്ക് ഇറങ്ങും, 2 മണിക്ക് വീട്ടിൽ എത്തും. കിട്ടുന്ന കച്ചവടം കിട്ടുന്നത് കിട്ടാറ്റി ചുമ്മാ പോകണം. ഒരു ദിവസം എത്ര കിട്ടും? ഒരു ദിവസം 200 രൂപ 250 രൂപ കിട്ടും. 250 അപ്പൊ അതും കിട്ടും കിട്ടും. ദിവസം. ആമാ, അപ്പൊ ഈ വീട്ടിലെ ചെലവ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഇത് വച്ചിട്ടും ജീവിക്കണം. മകനും ഭാര്യയും പേരക്കുട്ടിയും ഉൾപ്പെടുന്ന കുടുംബം മുന്നോട്ടു പോകണമെങ്കിൽ തന്റെ വരുമാനം അനിവാര്യമാണെന്നാണ് ഇർളായിയുടെ പക്ഷം. ഈ 250 കൊണ്ടുള്ള വരുമാനം കൊണ്ട് അതേ വരുമാനം, വേറെ വരുമാനം ഇല്ല, കൂടുതലൊന്നും കിട്ടില്ല. കിട്ടില്ല. മകൻ കച്ചവടത്തിൽ പോകും, ഒക്കെ കുടി. മകൻ എന്ത് ജോലി ചെയ്യുന്നു? അതേ മൊക്കുണ്ട് കച്ചവടന്റെ, ഇതന്നെ. ഇതേ കച്ചവടന്റെ അവൻ കുട്ടി, ഒരു കുടി. പ്രായത്തിന്റെ ആകുലതകൾ ഇല്ലാതെ അധ്വാനത്തിന്റെ കൈമുതലായി പ്രാരാബ്ദത്തിന്റെ ഉന്തുവണ്ടിയുമായി ഇർളായി ജീവിതം തള്ളി നീക്കുകയാണ്. കാണാതായ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പരൂർ പെരുമ്പള്ളി അബ്ദു പാത്തുമ ദമ്പതികളുടെ മകൻ ജലാലുദ്ദീനാണ് മരിച്ചത്. പടിഞ്ഞാറങ്ങാടി മത്സ്യമാർക്കറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി കാണാനില്ലാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ തൃത്തല പോലീസിൽ പരാതി നൽകിയിരുന്നു. പടിഞ്ഞാറങ്ങാടി തണ്ണീർക്കോട് റോഡിലെ മത്സ്യമാർക്കറ്റിന് സമീപത്തു നിന്നും വ്യാഴാഴ്ച രാവിലെ പരിസരവാസികളാണ് ഷക്കീറിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ആത്മഹത്യ ചെയ്ത നിലയിലായിരുന്നു. ഒരാഴ്ചയെങ്കിലും പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. പോലീസ് നടപടികൾ പൂർത്തിയായ ശേഷം കബറടക്കം നടത്തി. സുബീനയാണ് ഭാര്യ. ഷിഫ്ന, ഷിഫാന, സന എന്നിവർ മക്കളാണ്. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായുള്ള നിലപ്പന്തലുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. തീർത്ഥകേന്ദ്രത്തിന് മുന്നിലും മറ്റം സെന്ററിൽ സെമിത്തേരിക്ക് മുന്നിലുമായി 2 നിലപ്പന്തലുകളാണ് ഒരുങ്ങുന്നത്. പന്തൽ നിർമ്മാണ രംഗത്ത് 3 പതിറ്റാണ്ടിലേറെ പ്രവൃത്തി പരിചയമുള്ള പാവറട്ടി സ്വദേശി ഷെമീറിനാണ് തിരുനാളാഘോഷത്തിന്റെ ഭാഗമായുള്ള പന്തലുകളുടെ നിർമ്മാണ ചുമതല. തീർത്ഥകേന്ദ്രത്തിന് മുന്നിൽ 6 നിലകളുള്ള പന്തലാണ് ഒരുക്കുന്നത്. ഈ പന്തൽ ഏകദേശം 80,000-ഓളം വൈദ്യുതി ദീപങ്ങൾ ഉപയോഗിച്ച് അലങ്കരിക്കും. സെമിത്തേരിയുടെ മുന്നിലുള്ള പന്തൽ ഏകദേശം 25,000-ലേറെ ദീപങ്ങൾ കൊണ്ടും അലങ്കരിക്കും. തിരുനാളാഘോഷത്തിനെത്തുന്ന ആയിരങ്ങളുടെ പ്രധാന ആകർഷണമാണ് നിലപ്പന്തലുകൾ. മെയ് 2-ന് തീർത്ഥകേന്ദ്രത്തിലെ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മത്തിനൊപ്പം നിലപ്പന്തലുകളുടെ സ്വിച്ച് ഓൺ കർമ്മവും ഗുരുവായൂർ ACP TS സിനോജ് നിർവഹിക്കും. മെയ് 2 മുതൽ 6 വരെയുള്ള ദിവസങ്ങളിലാണ് മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 87ാം പ്രതിഷ്ഠാ തിരുനാൾ ആഘോഷിക്കുന്നത്. സമഗ്ര ശിക്ഷ കേരളയുടെ ഡെവലപ്മെന്റ് സെന്റർ പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിക്കുന്ന നൈപുണി വികസന കേന്ദ്രത്തിന്റെ പോസ്റ്റർ AC മൊയ്തീൻ MLA പ്രകാശനം ചെയ്തു. ശനി ഞായർ ദിവസങ്ങളിലാണ് പരിശീലനം. 400 മണിക്കൂറാണ് കോഴ്സിന്റെ ദൈർഘ്യം. 15 വയസ്സ് മുതൽ 23 വയസ്സ് വരെ പ്രായപരിധി ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഗ്രാഫിക് ഡിസൈൻ, സോളാർ, LED ടെക്നീഷ്യൻ എന്നീ കോഴ്സുകളാണ് ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്നത്. നിലവിൽ മറ്റു കോഴ്സുകൾ പഠിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 62 82 45 93 72 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. തികച്ചും സൗജന്യമായാണ് കോഴ്സുകൾ നടത്തുന്നത്. AC മൊയ്തീൻ MLAയുടെ ഓഫീസിൽ വെച്ച് നടത്തിയ പ്രകാശന ചടങ്ങിൽ PTA പ്രസിഡന്റ് സാബു ഐനൂർ, പ്രിൻസിപ്പാൾ ജനീർലാൽ, PTA എക്സിക്യൂട്ടീവ് അംഗം റോയ് വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇപ്പോൾ ആരംഭിക്കുന്ന ഈ സംരംഭങ്ങളുടെ തയ്യാറെടുപ്പിലാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് SSKയും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിലാകുന്ന സമൂലമായ ഒരു മാറ്റം അത് കേരളം മാതൃകയാവുകയാണ്. ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെയും മന്ത്രിയെയും അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രധാനപ്പെട്ട എല്ലാവരെയും ഞാൻ ഹൃദ്യമായി അഭിവാദ്യം ചെയ്യുന്നു. ഗവൺമെൻറ് ഹൈസ്കൂൾ പഴഞ്ഞിയിൽ ഇത് തുടങ്ങുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ കരുതുകയാണ്. അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് എല്ലാ പിന്തുണയും ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. ഭീകരവാദത്തിനെതിരെ മാനവികത എന്ന പ്രമേയത്തിൽ CPM ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാനവിക സദസ്സ് നടത്തി. ചാവക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പരിപാടി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു ഉദ്ഘാടനം ചെയ്തു. ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. TT ശിവദാസൻ, ജില്ലാ കമ്മിറ്റി അംഗം C സുമേഷ്, NK അക്ബർ MLA, MR രാധാകൃഷ്ണൻ, AH അക്ബർ, TV സുരേന്ദ്രൻ, PS അശോകൻ എന്നിവർ സംസാരിച്ചു. നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ 10 ലൈബ്രറികൾക്ക് പുസ്തകങ്ങൾ നൽകി. 3 ലക്ഷത്തിന്റെ പുസ്തകങ്ങളാണ് നൽകിയത്. NK അക്ബർ MLA വിതരണം ചെയ്തു. പുതിയ തലമുറയെ വായനയോട് ചേർത്ത് നിർത്താൻ ലൈബ്രറി മേഖലയുമായി ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണമെന്ന് MLA നിർദ്ദേശിച്ചു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് നഗരസഭാ അധ്യക്ഷ ഷീജ പ്രശാന്ത്,
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി വി സുരേന്ദ്രൻ, ജാസ്മിൻ ഷഹീർ, ഗുരുവായൂർ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ പി വിനോദ്, സെക്രട്ടറി കെ എ വിശ്വംഭരൻ എന്നിവർ സംസാരിച്ചു. ചൂണ്ടൽ ലേഡി ഇമ്മാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂളിൽ പഴമയുടെ ബാല്യങ്ങളിലേക്ക് എന്ന പേരിൽ അവധിക്കാല വിനോദ ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ നിർവഹിച്ചു. പ്രധാന അധ്യാപിക സിസ്റ്റർ മരിയ ഗ്രേസ് അധ്യക്ഷയായി. PTA വൈസ് പ്രസിഡന്റ് JR ജിൻസൺ, ലോക്കൽ മാനേജർ സിസ്റ്റർ സിദ്ധി, അധ്യാപക പ്രതിനിധി ദീപ എന്നിവർ സംസാരിച്ചു. പഴയകാല വിനോദ പരിപാടികളായ സ്നേഹപ്രാന്തി, നൂറാം കോൽ, കൊത്തങ്കല്ല്, കള്ളനും പോലീസും, തൂപ്പുകളി തുടങ്ങിയ കളികളിൽ വിദ്യാർത്ഥിനികൾ ഏർപ്പെട്ടു. മുൻ തലമുറകളുടെ ബാല്യകാല വിനോദങ്ങൾ വിദ്യാർത്ഥിനികൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ യൗസേപിതാവിന്റെയും കന്യകാമറിയത്തിന്റെയും സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് തുടക്കമായി. വേസ്പര, കൂടുതുറക്കൽ, പ്രസിഡന്റി വാഴ്ച എന്നീ തിരുകർമ്മങ്ങൾക്ക് തൃശൂർ ചിയ്യാരം സേവനാലയം പള്ളി വികാരി ഫാദർ സാജൻ മാറൂക്കി കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഭക്തിസാന്ദ്രമായ കൂടുതുറക്കൽ ശുശ്രൂഷയും ദേവാലയം ചുറ്റിയുള്ള പ്രദക്ഷിണവും നടന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ഇടവക വികാരി ഫാദർ ലിയോ പുത്തൂർ കാർമ്മികനായി. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ഫാദർ കോന്നിക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജെയ്സൺ കാഞ്ഞിരംപാറയിൽ തിരുനാൾ വചന സന്ദേശം നൽകി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി അസിസ്റ്റന്റ് വികാരി ജീസ് അക്കരപ്പറ്റിയേക്കൽ സഹകാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് 4:30 വിശുദ്ധ കുർബാനയും വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഭക്തിനിർഭരമായ പ്രദക്ഷിണവും ഫാൻസി വെടിക്കെട്ടും നടക്കും. തിരുനാൾ ആഘോഷ പരിപാടികൾക്ക് ഇടവക വികാരി ഫാദർ ലിയോ പുത്തൂർ, ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ അന്തിക്കാട് മാത്യു ജോൺസൺ, കൈക്കാരന്മാരായ അന്തിക്കാട് ഫ്രാൻസിസ് വിൽസൺ, ആളൂർ ഔസേപ്പ് ലേവി, ചെറിയത്ത് ആൻസൺ സണ്ണി തുടങ്ങിയവർ നേതൃത്വം നൽകി. കേച്ചേരി ഗ്രാമീണ വായനശാല നവതി ആഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാനതല ഓപ്പൺ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കേച്ചേരി സിറ്റി മഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ടൂർണമെന്റ് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. കേച്ചേരി ഗ്രാമീണ വായനശാല പ്രസിഡന്റ് PK രാജൻ മാസ്റ്റർ അധ്യക്ഷനായി. കൈമ UAE പ്രതിനിധി AM ഷംസുദ്ദീൻ, കേച്ചേരിയൻസ് UAE പ്രതിനിധി അനിൽകുമാർ, നന്മ ഖത്തർ പ്രതിനിധി EP ഷാഹുൽ, ഗ്രാമീണ വായനശാല സെക്രട്ടറി PR ജയൻ, സംഘാടക സമിതി രക്ഷാധികാരി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, സംഘാടക സമിതി ജനറൽ കൺവീനർ PB അനൂപ്, ചെസ് ടൂർണമെന്റ് സബ് കമ്മിറ്റി ചെയർമാൻ KM അനീസ് എന്നിവർ സംസാരിച്ചു. ചെസ് തൃശൂർ പ്രതിനിധി ജോ പറപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള സംഘം ടൂർണമെന്റ് നിയന്ത്രിച്ചു. ടൂർണമെന്റിൽ 254 മത്സരാർത്ഥികൾ പങ്കെടുത്തു. കേരള സാഹിത്യ അക്കാദമിയും വന്നേരി കൾച്ചറൽ ഫൗണ്ടേഷനും ചേർന്ന് പാവങ്ങൾ നോവലിന്റെ 100ാം വാർഷികം ശനിയാഴ്ച രാവിലെ 10-ന് പുന്നയൂർകുളം കമല സുറയ്യ സ്മാരക സമുച്ചയ പരിസരത്ത് വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുന്നയൂർകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫ്രഞ്ച് നോവലിസ്റ്റ് വിക്ടർ ഹ്യൂഗോ രചിച്ച വിശ്വവിഖ്യാതമായ ഫ്രഞ്ച് നോവലാണ് ലേ മിറാബിലെ. 1862 ഈ കൃതി പുറത്തിറങ്ങുന്നത്. പിന്നീട് 1863 അമേരിക്കൻ പത്രപ്രവർത്തകനായിരുന്ന ചാൾസ് വിൽബോർ ആ കൃതിയെ ഇംഗ്ലീഷിലേക്ക് ലെസ് മിസറബിൾസ് എന്ന പേരിൽ തർജ്ജമ ചെയ്തു. വിശ്വസാഹിത്യത്തിലെ ഏറ്റവും മികച്ച നോവലുകളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. 1925 പാവങ്ങൾ എന്ന പേരിൽ ഈ കൃതി നാലപ്പാട്ട് നാരായണ മേനോൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. അന്നുവരെ തുടർന്നു പോന്നിരുന്ന രചനാസങ്കല്പങ്ങളെയും സങ്കേതങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും പുതിയ ഒരു പാന്താവൊരുക്കുകയാണ് ഈ വിവർത്തന കൃതി ചെയ്തത്. സ്വാതന്ത്ര്യസമരവും നിരവധി നവോത്ഥാന പ്രസ്ഥാനങ്ങളും സജീവമായിരുന്ന കേരളത്തിൽ പാവങ്ങൾ വിസ്മയകരമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഉന്നത കുലജാതന്മാരുടെ സ്തുതി കീർത്തനങ്ങൾ മാത്രം നിറഞ്ഞ ഒരിടത്തേക്ക് ജീൻവാൾജിൽ എന്ന പട്ടിണി കൊണ്ട് മോഷണം നടത്തേണ്ടി വന്ന ഒരു മനുഷ്യന്റെ കഥ പറയുക വഴി നാലപ്പാട്ട് നാരായണ മേനോൻ സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ ഒരു വിപ്ലവമാണ് സാധ്യമാക്കിയത്. നമ്മളുടെ നാട്ടില് മലയാളത്തില് ഒരിക്കലും ഇതുപോലുള്ള ഒരു ആൾക്കാരുടെ കഥകളോ കവിതകളോ അല്ലെങ്കിൽ അവരുടെ വിഷയങ്ങളോ അല്ല കൈകാര്യം ചെയ്തിരുന്നത്. അതൊക്കെ രാജാക്കന്മാരുടെ കഥകൾ, നമ്പൂരിമാരുടെ കഥകൾ, ഉപരിവർഗത്തിലുള്ള ആൾക്കാരുടെ കഥകൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സാഹിത്യം എന്ന് വെച്ചിട്ട് മലയാളി ഇരിക്കുന്ന കാലത്താണ് ഇത് ഒരു വളരെ വലിയ ഒരു സ്ഫോടനം ഉണ്ടാക്കുന്നത്. വളരെ താഴ്ത്തട്ടിൽ കിടക്കുന്ന, സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന മനുഷ്യർക്ക് കഥയുണ്ട്, അവർക്കും ജീവിതമുണ്ട്, അതിന് സാഹിത്യമുണ്ട് എന്നുള്ള ഒരു വലിയ
വിജ്ഞാപനം നടത്തുന്നത് പുന്നയൂർകുളത്തുനിന്നാണ്. പാവങ്ങളുടെ വിവർത്തനം മലയാള സാഹിത്യത്തിന്റെ നവോത്ഥാനത്തിനാണ് വഴിവെച്ചത്. 2025 പാവങ്ങൾ 100 വർഷം പിന്നിടുകയാണ്. മെയ് 3 ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ പുന്നയൂർകുളത്തെ കമലാ സുരയ്യ സ്മാരകത്തിന്റെ സമീപത്തു വെച്ച് ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് നടത്തുന്നത്. 3 സെഷനുകളിലായാണ് പരിപാടികൾ നടത്തുന്നത്. എൻ കെ അക്ബർ MLA-യുടെ അധ്യക്ഷതയിൽ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. വന്നേരി കൾച്ചറൽ ഫൗണ്ടേഷൻ പ്രസിഡന്റ് VK ശ്രീരാമൻ ആമുഖ പ്രഭാഷണം നിർവഹിക്കും. മുൻ MLA KV അബ്ദുൽ ഖാദർ, പുന്നയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, സുലോചന നാലപ്പാട്ട്, M കമറുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ വിവർത്തന സാഹിത്യരംഗത്ത് അമൂല്യ സംഭാവനകൾ അർപ്പിച്ച N മൂസക്കുട്ടിയെ ആദരിക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുന്ന സെമിനാർ സെഷനിൽ ഡോക്ടർ PK രാജശേഖരൻ, ഡോക്ടർ N അജയകുമാർ, റഫീഖ് ഇബ്രാഹിം, രമ മേനോൻ തുടങ്ങിയവർ പങ്കെടുക്കും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന സമാപന പ്രഭാഷണത്തിൽ അശോകൻ ചെരുവിൽ അധ്യക്ഷത വഹിക്കും. പാവങ്ങളുടെ സർവ്വദേശീയത എന്ന വിഷയത്തിൽ ഡോക്ടർ സുനിൽ P ഇളയിടം സംവദിക്കും. വൈകിട്ട് 6-ന് തൃശൂർ നാടകസംഘം അവതരിപ്പിക്കുന്ന പാവങ്ങളെ ആസ്പദമാക്കിയുള്ള 50 മിനിറ്റ് ദൈർഘ്യമുള്ള രംഗാവിഷ്കാരവും ഉണ്ടായിരിക്കും. പാവങ്ങൾ എന്ന നോവലിനെ ആസ്പദമാക്കി നടത്തുന്ന ഛായം ചിത്രകലാ ക്യാമ്പിൽ 12 പരം ചിത്രകലാകാരന്മാർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികളായ വന്നേരി കൾച്ചറൽ ഫൗണ്ടേഷൻ പ്രസിഡന്റ് VK ശ്രീരാമൻ, സെക്രട്ടറി ഡോക്ടർ രാജേഷ് കൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മലയാളി യുവാവ് അഷ്റഫിനെ സംഘപരിവാർ ആൾക്കൂട്ടം തല്ലിക്കൊന്നതിൽ പ്രതിഷേധിച്ച് SDPI പുന്നയൂർകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആൽത്തറ സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പാർട്ടി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് നേരെ വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങൾ തടയിടാൻ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ലെങ്കിൽ രാജ്യത്തിന്റെ തെരുവുകളിൽ RSSനെ പിടിച്ചുകെട്ടാൻ SDPI മുന്നോട്ട് വരുമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. പ്രകടനത്തിന് പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സക്കറിയ പൂക്കാട്ട്, സെക്രട്ടറി റാഫി ഇല്ലത്തയിൽ, വൈസ് പ്രസിഡന്റ് സുബൈർ ഐനിക്കൽ, ട്രഷറർ ആഷിൽ പാണക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി. പാറയമ്പാടം കമ്പിപ്പാലം ചേന്നപുരം ശിവവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് പൂജകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി തുടങ്ങിയ വിശേഷാൽ പൂജകൾ നടന്നു. 10:30 മുതൽ 12 വരെ കലാമണ്ഡലം കുട്ടിനാരായണന്റെ നേതൃത്വത്തിൽ മേജർ സെറ്റ് പഞ്ചവാദ്യവും ഉണ്ടായി. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം തിരുവാതിരക്കളി, നൃത്തങ്ങൾ എന്നിവ അരങ്ങേറി. കമ്പിപ്പാലം ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിറവരവും ഉണ്ടായിരുന്നു. CPI 100ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള സമ്മേളനം കേരള റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. പെരുമ്പിലാവ് സെന്ററിൽ കാനം രാജേന്ദ്ര നഗറിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ മണ്ഡലം സെക്രട്ടറി KT ഷാജൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം KP സന്ദീപ്, ജില്ലാ കൗൺസിൽ അംഗം പ്രേംരാജ് ചുണ്ടലാത്ത് തുടങ്ങിയവർ സംസാരിച്ചു. CPI കടവല്ലൂർ ലോക്കൽ സെക്രട്ടറി KM മണികണ്ഠൻ സ്വാഗതവും OK ശശി നന്ദിയും പറഞ്ഞു. വെള്ളി, ശനി ദിവസങ്ങളിൽ കുന്നംകുളം മണ്ഡലം സമ്മേളനം കടവല്ലൂർ കിംസ് പാർക്കിൽ വെച്ച് നടക്കും. ഗുരുവായൂർ നെന്മിനി ശ്രീ ബലരാമ ക്ഷേത്രത്തിൽ ബലരാമ ജയന്തി ആഘോഷിച്ചു. ഏപ്രിൽ 21 മുതൽ ക്ഷേത്രത്തിൽ നാരായണീയ പാരായണം, അഷ്ടപതി, പ്രഭാഷണം, കഥാപ്രസംഗം, സംഗീത സന്ധ്യ, ഭരതനാട്യം, കളരിപ്പയറ്റ്, ഗാനമേള തുടങ്ങിയ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. ബലരാമ ജയന്തിയോടനുബന്ധിച്ച് രാവിലെ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സപ്തശുദ്ധി കലശാഭിഷേകം നടന്നു. ഗുരുവായൂർ വിമലിന്റെ നേതൃത്വത്തിൽ ആൽത്തറമേളവും ഗജവീരന്മാരുടെ അകമ്പടിയോടെ തിടമ്പെഴുന്നള്ളിപ്പുമുണ്ടായി. തുടർന്ന് വിവിധ കമ്മിറ്റികളുടെ വരവ് പൂരങ്ങളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. പിറന്നാൾ സദ്യയും ഒരുക്കിയിരുന്നു. ക്ഷേത്ര സമിതി പ്രസിഡന്റ് P പുരുഷോത്തമ പണിക്കർ, സെക്രട്ടറി AV പ്രശാന്ത്, ജോയിന്റ് സെക്രട്ടറി SV ഷാജി, മറ്റംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ പുരാതന നായർ തറവാട്ടു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമവും സമാദരണ സദസ്സും നടന്നു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KT ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു. സ്വാമി സന്മയാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ ഗുരുവായൂർ ക്ഷേത്രം കോമരം P സുരേന്ദ്രൻ നായർ, സാമൂഹ്യ കാരുണ്യ പ്രവർത്തകൻ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, ഗുരുവായൂർ സായി സഞ്ജീവനി ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ഹരിനാരായണൻ എന്നിവരെ ആദരിച്ചു. മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ ഉപഹാര സമർപ്പണം നടത്തി.
മാധ്യമപ്രവർത്തകൻ കല്ലൂർ ഉണ്ണികൃഷ്ണൻ, ജനറൽ സെക്രട്ടറി അനിൽ കലാറ്റ്, ബാലൻ വാറനാട്ട്, മുരളി മുള്ളത്ത്, ശശിധരൻ കേനാടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായി. തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ റാലിയും പൊതുയോഗവും നടത്തി. വിശദാംശങ്ങളിലേക്ക്. INTUC കുന്നംകുളം റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ സെക്രട്ടറി സുരേഷ് മമ്പറമ്പിൽ റീജിയണൽ പ്രസിഡന്റ് KS രാധാകൃഷ്ണനെ പതാക കൈമാറി റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. INTUC ജില്ലാ സെക്രട്ടറി KV ഗീവർ, DCC സെക്രട്ടറി ബിജോയ് ബാബു, ഷാജി അലിക്കൽ, CK അശോകൻ, ഷാജു ചിറ്റണ്ട, സക്കറിയ കാട്ടകമ്പാൽ, സജീഷ് വേലൂർ, MM സലീം തുടങ്ങിയവർ നേതൃത്വം നൽകി. രാവിലെ 9:30 കുന്നംകുളം ഇന്ദിരാഭവനിൽ നിന്നാരംഭിച്ച് ടൗൺ ചുറ്റി ഇന്ദിരാബാദിൽ സമാപിച്ചു. വാദ്യമേളത്തിന്റെ അകമ്പടിയോടുകൂടി നടത്തിയ റാലിയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കുന്നംകുളം വോക്ക് ആൻഡ് ടോക്ക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലോക തൊഴിലാളി ദിനം ആചരിച്ചു. വോക്ക് ആൻഡ് ടോക്ക് അസോസിയേഷൻ അംഗങ്ങളായ നെൽസൺ നൈബ്, തമ്പി, റെജി, പ്രസാദ്, ഉസ്മാൻ, ദാസ്, മുത്തു എന്നിവർ ലോക തൊഴിലാളി ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. വോക്ക് ആൻഡ് ടോക്സ് അസോസിയേഷൻ അംഗങ്ങളായ വിനോദ്, അലൻ എന്നിവർ നേതൃത്വം നൽകി. ചങ്ങാത്ത മുതലാളിത്തം അവകാശങ്ങൾ ഇല്ലാതാക്കിയെന്നും രാജ്യത്തെ തൊഴിലാളികളുടെ തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്തണമെന്നും മിനിമം വേതനം നടപ്പിലാക്കണമെന്നും FITU ദേശീയ ജനറൽ സെക്രട്ടറി M. ജോസഫ് ജോൺ പറഞ്ഞു. FITU തൃശൂർ ജില്ലാ കമ്മിറ്റി കുന്നംകുളത്തു സംഘടിപ്പിച്ച മെയ്ദിന റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. FITU ജില്ലാ പ്രസിഡന്റ് ഹംസ എളനാട് അധ്യക്ഷത വഹിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS നിസാർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. RMPI ജില്ലാ കമ്മിറ്റി അംഗം VK തമ്പി, SDTU ജില്ലാ പ്രസിഡന്റ് സിദ്ദിഖുൽ അക്ബർ, വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് PA ബദറുദ്ദീൻ, FITU സംസ്ഥാന കമ്മിറ്റി അംഗം സരസ്വതി വലപ്പാട്, വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആസിയ അനീസ്, FITU ജില്ലാ ട്രഷറർ സത്താർ അന്നമന്നട തുടങ്ങിയവർ സംസാരിച്ചു. FITU ജില്ലാ ജനറൽ സെക്രട്ടറി KS മെഹറുനിസ സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് മങ്ങാട് നന്ദിയും പറഞ്ഞു. സംയുക്ത തൊഴിലാളി യൂണിയൻ ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതുവട്ടൂരിൽ നിന്നാരംഭിച്ച ബാൻഡ് മേളത്തോടെയുള്ള മെയ്ദിന റാലി നഗരം ചുറ്റി ഗുരുവായൂർ കിഴക്കേനടയിൽ സമാപിച്ചു. തുടർന്നു നടന്ന പൊതുയോഗം CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. CITU ജില്ലാ സെക്രട്ടറി NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ ട്രഷറർ ലതാചന്ദ്രൻ, CPM ഏരിയ സെക്രട്ടറി TT ശിവദാസ്, CITU ചാവക്കാട് ഏരിയ സെക്രട്ടറി AS മനോജ്, പ്രസിഡന്റ് KM അലി, AM സതീന്ദ്രൻ, CV ശ്രീനിവാസൻ, PK രാജേശ്വരൻ എന്നിവർ സംസാരിച്ചു. മണലൂർ മണ്ഡലം സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പൂവത്തൂരിൽ നടന്ന പരിപാടി CITU കേന്ദ്ര കമ്മിറ്റി അംഗം PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. സണ്ണി വടക്കൻ അധ്യക്ഷത വഹിച്ചു. CK വിജയൻ, VG സുബ്രഹ്മണ്യൻ, TI ചാക്കോ, PG സുബിദാസ്, CG മോഹൻദാസ്, MK സദാനന്ദൻ, PK കൃഷ്ണൻ, VR മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. പന്നിത്തടം INTUCയുടെ നേതൃത്വത്തിൽ പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷനായ സമ്മേളനം DCC സെക്രട്ടറി VK രഘുസ്വാമി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷെഫീഖ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. യൂണിയൻ ഭാരവാഹികൾ OS വാസുദേവൻ, സലാം വലിയകത്ത്, കോൺഗ്രസ് നേതാക്കളായ സജീവൻ ചാത്താനത്ത്, മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യാവൂട്ടി ചിറമനേങ്ങാട്, ബ്ലോക്ക് സെക്രട്ടറി MH നൌഷാദ്, യൂണിയൻ രക്ഷാധികാരി MP സിജോ തുടങ്ങിയവർ സംസാരിച്ചു. INTUC സെക്രട്ടറി അക്ബർ അലി സ്വാഗതവും യൂണിയൻ ലീഡർ OK വിജയൻ നന്ദിയും പറഞ്ഞു. തൃശൂർ അതിരൂപത കേരള ലേബർ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ പുതുക്കാട് പള്ളിയിൽ നിന്നാരംഭിച്ച മെയ്ദിന റാലി സംഘടനയുടെ അതിരൂപത പ്രസിഡന്റ് മോളി ജോബിക്ക് പതാക നൽകിക്കൊണ്ട് സംസ്ഥാന ഡയറക്ടർ ഫാദർ അരുൺ വലിയറാഴത്ത് ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. അതിരൂപതയിലെ എല്ലാ ഇടവകകളിൽ നിന്നുമുള്ള പ്രവർത്തകർ അണിചേർന്ന റാലി പുതുക്കാട് സെന്റർ ചുറ്റി മൂലൻ ഗോൾഡ് വർക്സിൽ സമാപിച്ചു. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് തൊഴിൽശാല വെഞ്ചരിപ്പിനും ദിവ്യബലിക്കും നേതൃത്വം നൽകി. തുടർന്നു നടന്ന പൊതുസമ്മേളനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്തു. അതിരൂപത പ്രസിഡന്റ് മോളി ജോബി അധ്യക്ഷയായി. അതിരൂപത KLM ഡയറക്ടർ പോൾ മാളിയമ്മാവ് ആമുഖ പ്രഭാഷണം നടത്തി. മെത്രാഭിഷേകത്തിന്റെ 21ാം വാർഷികം മാർ ആൻഡ്രൂസ് താഴത്ത് കേക്ക് മുറിച്ച് ആഘോഷിച്ചു. KLM സംസ്ഥാന ഡയറക്ടർ ഫാദർ അരുൺ വലിയതാഴത്ത് മെയ്ദിന സന്ദേശം നൽകി. ഫാദർ പോൾ തേക്കാനത്ത്, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, KS ജോഷി, ഫാദർ ഡെറിൻ അരിമ്പൂർ, ഷൈനി ജോജു, ഫ്രഞ്ചി ആന്റണി, ബിജു ചിറേത്ത്, ഷാജു ആന്റണി, ഷാജു മൂലൻ, ജോജോ കുറ്റിക്കാടൻ എന്നിവർ സംസാരിച്ചു. STU ഗുരുവായൂർ മോട്ടോർ ആൻഡ് എഞ്ചിനീയർ വർക്ക്സ് യൂണിയന്റെ നേതൃത്വത്തിൽ മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനം നടത്തി. അകലാട് ബദർപള്ളി പരിസരത്ത്
വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. STU തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി KK ഇസ്മായിൽ, പുന്നയൂർ യൂണിറ്റ് സെക്രട്ടറി KB ഫാറൂഖിന് മെമ്പർഷിപ്പ് നൽകി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ മോട്ടോർ എഞ്ചിനീയർ യൂണിയൻ തൃശൂർ ജില്ലാ സെക്രട്ടറി അബ്ദുൾ സലീം കുന്നമ്പത്ത് അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി വാപ്പു പൂവാങ്കര, ഹനീഫ ഓളങ്ങാട്, അക്ബർ, നിയാസ്, നവാബ്, ഫൈസൽ, സിനാൻ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് മണത്തല നരിയംപുള്ളി ഭഗവതി ക്ഷേത്ര പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ഷിജിൽ, അഭിലാഷ് ശാന്തി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അംബേദ്കർ അവാർഡ് ജേതാവായ നരിയംപുള്ളി സന്തോഷ് കുമാർ തിരൂരിനെ ക്ഷേത്രം സെക്രട്ടറി NV ഭാസ്കരൻ പൊന്നാട അണിയിച്ചു അനുമോദിച്ചു. പ്രസിഡന്റ് NK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശിവാനന്ദൻ, NA ഷാജി, വചനം മാതൃസമിതിക്ക് വേണ്ടി സുനിജ, ബിജു, ലീന, ദിനേശൻ, റീജ ദാസൻ എന്നിവർ ഫലകവും നൽകി. തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു. പോർക്കുളം കുതിരവേല ആഘോഷ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആര്യ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ പോർക്കുളം കമ്മ്യൂണിറ്റി ഹാളിൽ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. സംഘം പ്രസിഡന്റ് ദാസൻ കരുമത്തിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സംഘം സെക്രട്ടറി ഹരി തോട്ടുപുറത്ത് അധ്യക്ഷത വഹിച്ചു. ട്രഷറർ P അരവിന്ദാക്ഷൻ, ദാസൻ വലിയപുരയ്ക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ആര്യ കണ്ണാശുപത്രിയിലെ ഡോക്ടർമാർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. തണ്ണിമത്തൻ കൃഷി ചെയ്ത് മാതൃകയായ പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് 17ാം വാർഡ് മെമ്പർ മുജീബ് റഹ്മാനെ K കരുണാകരൻ ഫൗണ്ടേഷൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു. K കരുണാകരൻ ഫൗണ്ടേഷൻ വർക്കിംഗ് ചെയർമാൻ ഷാഹുൽ പള്ളത്തിന്റെ അധ്യക്ഷതയിൽ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരായ ആലി വടക്കയിൽ, അലവി കിഴക്കൂട്ട് എന്നിവർ ചേർന്ന് പൊന്നാട അണിയിച്ചു. മന്ദലാങ്കുന്ന് കരുണാഭവനിൽ നടന്ന ചടങ്ങിൽ ഫഹദ് അകലാട്, നോബി പടിഞ്ഞാപ്പുറത്ത്, ഉമ്മർ തേച്ചൻപുരയ്ക്കൽ, യൂസഫ് തണ്ണിത്തുറയ്ക്കൽ എന്നിവർ പങ്കെടുത്തു. ജനറൽ കൺവീനർ സുൽത്താൻ മന്ദലാങ്കുന്ന് സ്വാഗതവും ഷഹീർ പടിഞ്ഞാറയിൽ നന്ദിയും പറഞ്ഞു. ബാലസംഘം ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വേനൽ തുമ്പി കലാജാഥയ്ക്ക് വടക്കേക്കാട് പഞ്ചായത്തിൽ സ്വീകരണം നൽകി. മണികണ്ഠേശ്വരത്തും പറയങ്ങാടും നടന്ന പരിപാടിയിൽ ജാഥാംഗങ്ങൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ദേവനന്ദ ജാഥ ക്യാപ്റ്റനായും താര ജാഥ മാനേജറായി നയിക്കുന്ന വേനൽത്തുമ്പികൾ കലാജാഥ ഏപ്രിൽ 28-നാണ് പര്യടനം ആരംഭിച്ചത്. ശനിയാഴ്ച ഇരിങ്ങപ്പുറത്ത് സമാപിക്കും. മണികണ്ഠേശ്വരത്ത് ദിനേശൻ മേനോത്തിന്റെ അധ്യക്ഷതയിൽ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിജു പള്ളിക്കര ഉദ്ഘാടനം ചെയ്തു. ചരമം എരനെല്ലൂർ എഴുത്തുപുരയ്ക്കൽ പരേതനായ പുണ്യമകൻ അനിൽകുമാർ നിര്യാതനായി 52 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9-ന് ചൂണ്ടൽ പഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിൽ നടക്കും. ചന്ദ്രമതി മാതാവാണ്. അനഘ, അപർണ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അകലാട് അഞ്ചാങ്കല്ലിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. വടക്കേക്കാട് എരിഞ്ഞിപ്പടിയിൽ മോട്ടോർ പമ്പ് സെറ്റ് റിപ്പയർ ചെയ്യുന്നതിനിടെ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. അവകാശ പോരാട്ടത്തിന്റെ സ്മരണയിൽ തൊഴിലാളികളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും നേടിയെടുത്തതിന്റെ ശക്തിയിൽ തൊഴിലാളി ദിനം. വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ റാലിയും പൊതുയോഗവും നടത്തി. ഡ്രൈഡേയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 31 ലിറ്റർ മദ്യം പിടികൂടി. മദ്യവിൽപ്പനശാലകൾ പ്രവർത്തിക്കാത്ത അവധി ദിനത്തിൽ 2 നിന്നായാണ് വിദേശ മദ്യവുമായി 2 പേരെ കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന്റെ ഭാഗമായുള്ള നിലപ്പന്തലുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. 80,000-ഓളം വൈദ്യുതി ദീപങ്ങൾ ഉപയോഗിച്ച് പന്തൽ അലങ്കരിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.